അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 197 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അബൂ റാഫിയും ദുമാമയും, ഈ രണ്ട് പേരുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത്. അതായത് ഖുറൈള ഗോത്രത്തിനെതിരെയുള്ള യുദ്ധവുമെല്ലാം കഴിഞ്ഞ് ശേഷം നടന്ന രണ്ട് സംഭവങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അതായത് സല്ലാം ബിൻ ഹുഖൈക്ക്, അയാൾ അബൂ റാഫി എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം പ്രമുഖനായ ജൂത കുറ്റവാളി ആയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പണിയെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെ സഖ്യകക്ഷികളെ സംഘടിപ്പിക്കുകയും അതിനു വേണ്ട പണവും അധ്വാനവും ചിലവഴിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇയാൾ അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല സമയത്തും ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് പറയും. അതായത് മുസ്ലിങ്ങളുടെ നാശം കാണുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുറൈള പ്രശ്നം തീർന്ന സമയത്ത് ഖസ്റജ് വംശജർ അദ്ദേഹത്തെ വധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അനുമതി നൽകി. അതോടുകൂടി പറയുകയും ചെയ്തു, സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുതെന്നും നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഖസ്റജിലെ ബനു സലമ ശാഖയിൽപ്പെട്ട 5 പേര് അബ്ദുല്ലാഹ് ബിൻ അത്തീഖിൻ്റെ നേതൃത്വത്തിൽ ഇതിനായിട്ട് പുറപ്പെടുകയാണ്. ഇത് ഹിജ്റ 5-ാം വർഷം ദുൽഹജ്ജിലോ ആണ് നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 5 പേരടങ്ങുന്ന ആ സംഘം അബൂ റാഫിൻ്റെ കോട്ട ലക്ഷ്യമാക്കിയിട്ട് ഖൈബറിൽ എത്തുകയാണ്. അപ്പോൾ ഏകദേശം സന്ധ്യ മയങ്ങിയിരുന്നൊരു സമയമാണ്. അപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എവിടെ ഇരിക്കുക, ഞാൻ തന്ത്രത്തിൽ വാതിൽ കടക്കാൻ ശ്രമിക്കട്ടെ എന്ന് പറയും, പറ്റുമോ നോക്കട്ടെ എന്ന് പറയാം. അങ്ങനെ അദ്ദേഹം വാതിലിനരികെ വസ്ത്രം മറച്ച് മൂത്രമൊഴിക്കാതിരിക്കുന്ന പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആളുകളെല്ലാം കോട്ടക്കകത്തേക്ക് കയറിപ്പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കാവൽക്കാരൻ വിളിച്ചു പറഞ്ഞു, അബ്ദുല്ല, അകത്ത് കടക്കുന്നുണ്ടെങ്കിൽ കടക്കുക, ഞാൻ വാതിലടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുള്ള അകത്ത് കടന്ന് ഒളിഞ്ഞിരിക്കുകയാണ് അവിടെ. കാവൽക്കാരൻ വാതിലടച്ച് താക്കോലൊക്കെ എല്ലായിടത്തും പൂട്ടിയിട്ട് ഒരു കുറ്റിയുടെ മുകളിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ട് അദ്ദേഹം പോയി. അപ്പോൾ കാവൽക്കാരൻ പോയതിന് ശേഷം അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആ ചാവി എടുത്തിട്ട് വാതിൽ തുറന്ന് അബൂ റാഫിൻ്റെ അടുത്തേക്ക് നടക്കുക. അങ്ങനെ വാതിൽ തുറന്ന് പോകുമ്പോൾ ഓരോ വാതിലുകൾ തുറക്കുമ്പോഴും ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അബൂ റാഫി ഒരു ഇരുട്ടുമുറിയിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ കിടക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇരുട്ടായതിനാൽ അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിളിച്ചു, അബൂ റാഫി. ഉടനെ തന്നെ അയാൾ ചോദിച്ചു, ഇത് ആരാണ്? പിന്നീട് അദ്ദേഹം ഈ സംഭവം വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ വാൾ വീശി, അത് കൊണ്ടില്ല. അദ്ദേഹം അട്ടഹസിച്ചു. ഉടനെ തന്നെ ഞാൻ പുറത്ത് കടന്ന് ഒളിച്ചിരുന്നു. വീണ്ടും ഞാൻ അകത്ത് കടന്നിട്ട് ചോദിച്ചു, അബൂ റാഫി, എന്താണ് ഈ ശബ്ദം? അപ്പോൾ അയാൾ പറഞ്ഞു, നിനക്ക് നാശം, ആരോ എന്നെ വാൾ കൊണ്ട് വെട്ടിയിരിക്കുന്നു. ഉടനെ ഞാൻ വാൾ അയാളുടെ വയറ്റിൽ കുത്തി അദ്ദേഹത്തിൻ്റെ മരണം ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഓരോ വാതിലും തുറന്ന് ഞാൻ പുറത്ത് കടന്നു. അവസാനം താഴെ എത്തിയെന്ന് കരുതിയിട്ട് ഞാനത് ചവിട്ടി, പക്ഷേ അതൊരു കോണിയിലായിരുന്നു ചവിട്ടിയത്. അങ്ങനെ ഞാൻ താഴേക്ക് വീണു, എൻ്റെ കാലൊടിഞ്ഞു. ഉടനെ തന്നെ തലയെക്കെട്ടഴിച്ച് ഞാൻ കാല് ആ മുറിഞ്ഞ ഭാഗത്ത് കെട്ടി കോട്ടവാതിൽക്കൽ തന്നെ ഇരിക്കുക. ഇപ്പോൾ രാവിലെ ആയപ്പോൾ അബൂ റാഫിൻ്റെ മരണവാർത്ത വിളംബരം ചെയ്യുന്നത് കേട്ടു. ഇജാസിലെ വ്യാപാരി അബൂ റാഫി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് തിരിച്ചു ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ കാൽ നീട്ടു എന്ന് പറയാണ്. അപ്പോൾ ഞാൻ കാൽ നീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ തടവി. അപ്പോൾ എൻ്റെ വേദനയും അതോടെ മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാശവും കാണുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അബൂ റാഫിയും ഈ ലോകത്തോട് വിട പറഞ്ഞു. മറ്റൊരു സംഭവം, ഗന്ധക് യുദ്ധവും അതേപോലെ തന്നെ ഖുറൈള യുദ്ധവും കഴിഞ്ഞ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തി പ്രയോഗത്തിലൂടെ അല്ലാതെ സമാധാന നടപടികൾക്ക് വിധേയരാകാൻ തയ്യാറില്ലാത്ത ചില ഗ്രാമീണ അറബി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവർക്ക് നേരെ അച്ചടക്ക നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ സംഘത്തിൽ 30 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹിജ്റ 6-ാം വർഷം മുഹറം 10-ന് മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘം ലരിയയിലുള്ള ബനു ബത്തർ ശാഖ ആക്രമിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവർ ഓടി ഒളിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ആടുകളെയും ഒട്ടകങ്ങളെയും കൊണ്ട്
മുസ്ലിങ്ങൾ മദീനയിലേക്ക് മടങ്ങുകയുണ്ടായി. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഇവർ ബനു ഹനീഫ ഗോത്ര നേതാവായിട്ടുള്ള ദുമാമത്ത് ബിൻ അഥാലിനെ പിടികൂടാണ്. അപ്പോൾ ഇദ്ദേഹം കള്ളപ്രവാചകൻ മുസൈലിമയുടെ നിർദ്ദേശപ്രകാരം വേഷപ്രച്ഛന്നനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായിട്ട് പുറപ്പെട്ടതായിരുന്നു ഇയാൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ അവർ അയാളെ മദീനയിലേക്ക് കൊണ്ടുവന്ന് പള്ളിയുടെ ഒരു തൂണിൽ ബന്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് അയാളോട് ചോദിച്ചു, എന്തുണ്ട് ദുമാമ? അപ്പം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ വധിക്കുകയാണെങ്കിൽ ഒരു ഉന്നതനെയാണ് വധിക്കുന്നത്. സ്വതന്ത്രനാക്കിയാൽ ഒരു നന്ദിയുള്ളവനെയായിരിക്കും സ്വതന്ത്രനാക്കുന്നത് എന്ന് പറയാം. സമ്പത്താണ് നിനക്ക് ആവശ്യമെങ്കിൽ ചോദിച്ചാൽ അത് ലഭിക്കും എന്നും പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ അങ്ങനെ തന്നെ ആ അവസ്ഥയിൽ വിട്ടു. വീണ്ടും മറ്റൊരിക്കൽ അദ്ദേഹത്തെ കണ്ടിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദിക്കുകയും അദ്ദേഹം ആ തരത്തിൽ തന്നെ മറുപടി പറയുകയും ചെയ്തു. മൂന്നാമതും അത് തന്നെ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിനെ സ്വതന്ത്രനാക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ സ്വതന്ത്രനാക്കിയപ്പോൾ അടുത്തുള്ള ഒരു തോട്ടത്തിലെ കയറി അദ്ദേഹം കുളിച്ച് വൃത്തിയായി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ്, ഭൂമിയിൽ താങ്കളുടെ മുഖത്തേക്കാൾ വെറുപ്പുള്ള ഒരു മുഖവും എനിക്കില്ലായിരുന്നു. ഇന്നാകട്ടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖവും താങ്കളുടേതായിരിക്കുന്നു. അള്ളാഹുവാണ്, ഭൂമിയിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതവും താങ്കളുടേതായിരുന്നു. ഇന്നെനിക്ക് താങ്കളുടെ മതവും ഏറ്റവും പ്രിയപ്പെട്ടതായ മതമായിരിക്കുന്നു എന്ന് പറയും. തുടർന്ന് അദ്ദേഹം ഉംറ നിർവഹിക്കാനായിട്ട് മക്കയിലേക്ക് പോവാണ്. അപ്പം ഇത് കണ്ടിട്ട് ഖുറൈശികൾ പറഞ്ഞു, ദുമാമ മതം മാറിയിരിക്കുന്നു. അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം ഖുറൈശികളോടായി പ്രഖ്യാപിച്ചു, യമാമയിൽ നിന്നും ഒരു മണി ഗോതമ്പും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് പറയും. അപ്പോൾ ദുമാമയുടെ നാടായ യമാമയിൽ നിന്നായിരുന്നു ആ കാലത്ത് മക്കയിലേക്ക് ഗോതമ്പ് വന്നിരുന്നത്. അപ്പോൾ ദുമാമ തിരിച്ചു പോയിട്ട് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഖുറൈശികൾ ഗോതമ്പ് ലഭിക്കാതെ അവർ ബുദ്ധിമുട്ടി. അങ്ങനെ ഖുറൈശികൾ ദുമാമയോട് കനിവ് കാണിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിക്കുകയും കത്തെഴുതുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഈ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുടെ രണ്ട് കഥകളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.